രസകരമായിട്ടുള്ള കാഴ്ചകളുടെ ദിവസങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഏറ്റവും ചെറിയ മാൻ തൊട്ടിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ മാൻ വരെ ഇവിടെയുണ്ട്. അത് ചിലപ്പോൾ നമ്മൾ രാവിലെ വരുമ്പോൾ സെറ്റിയിലൊക്കെ വല്ല സിംഹമൊക്കെ കിടക്കുന്നത് കാണേണ്ടി വരും. ചെറിയൊരു മാനിനെ പിടിച്ചിട്ട് ഒരു മരത്തിന്റെ മുകളിൽ കയറി ഇരുന്നിട്ട് ആ സിംഹത്തിനെ ബേസ് ചെയ്തിട്ടാണ് ലയൺ കിങ്ങിലുള്ള ആ ക്യാരക്ടറിനെയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു കണ്ണില്ല പോലും. What's your name? Nixon. ഒൽക്കിയാമോ എയർ സ്ട്രിപ്പിൽ നിന്ന് നിക്സൺ നിബോ എന്ന ഞങ്ങളുടെ ഗൈഡ് കം ഡ്രൈവർ ഓടിക്കുന്ന വണ്ടിയിൽ ഞങ്ങൾ കുറച്ച് പേരും മറ്റൊരു വണ്ടിയിൽ ബാക്കിയുള്ളവരും, അങ്ങനെ 2 വണ്ടികളിലായിട്ട് ഞങ്ങൾ യാത്ര തുടങ്ങി. യാത്ര മസായിമാറ നാഷണൽ റിസർവിനുള്ളിലൂടെയാണ്. ഈ എയർ സ്ട്രിപ്പ് മസായിമാറ നാഷണൽ റിസർവിൻ്റെ ഉള്ളിലാണുള്ളത്. ഇവിടെ നിന്ന് ഒരു ചെറിയ സഫാരി ചെയ്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. ഈ യാത്രയിൽ, ഈ എയർ സ്ട്രിപ്പിൽ നിന്നുള്ള യാത്രയിൽ തന്നെ നമ്മൾ മൃഗങ്ങളെ കാണും. ഇതിൻ്റെ തൊട്ടടുത്ത ഈ എയർ സ്ട്രിപ്പിൻ്റെ പരിസരത്തൊക്കെ മൃഗങ്ങളുണ്ട്. അപ്പോൾ ആ വഴി കൂടെ യാത്ര ചെയ്ത് ഞങ്ങൾ ക്യാമ്പിലേക്ക് പോവുകയാണ്. ക്യാമ്പിലേക്ക് പോകുന്ന വഴിയിൽ നമ്മൾ ഒരു 12 മണിക്കൊക്കെ ക്യാമ്പിലെത്താനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിപ്പോൾ ഒരു 10 മണി 10:15 ആയിട്ടുള്ളൂ. ഒരു ചെറിയ സഫാരി. ഈ വന്നിറങ്ങുന്ന യാത്രികരെ എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒരുപാട് മൃഗങ്ങൾ, പോകുന്ന വഴിക്ക് മാനുകൾ, കാട്ടുപോത്തുകൾ, കുറുക്കന്മാർ, പലതരം പക്ഷികൾ, പോകുന്ന വഴിക്ക് കാട്ടാനക്കൂട്ടം. നമ്മളുടെ ആനകളുടെ ഒരു ഭംഗി ഇല്ല എന്നാണ് ഫോട്ടോസ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. പക്ഷെ അങ്ങനെയല്ല. ആഫ്രിക്കൻ ആനകളും കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷെ പ്രത്യേകതരം ചെവിയാണ്. നമ്മുടെ ആനകളുടേതുപോലെയല്ല, കുറെ കൂടി വലിയ ചെവിയും കുറെ കൂടി വലിയ ശരീരമാണ്. കാട്ടാനക്കൂട്ടങ്ങൾ മേഞ്ഞ് നടക്കുന്നത്, സീബ്രകൾ ഒക്കെ നമ്മൾ ഈ പോകുന്ന വഴിയിൽ കണ്ടു. പോകുന്ന വഴിയിൽ ഒരു സിംഹം ഇര പിടിച്ചതിന് ശേഷം, ഭക്ഷണം കഴിച്ചതിന് ശേഷം വിശ്രമിക്കുന്ന സിംഹത്തിനെ കണ്ടു. അങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ മൃഗങ്ങളെ കണ്ടാണ് ഞങ്ങളുടെ യാത്ര. എക്സൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വിൽസൺ എയർപോർട്ടിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ തൊട്ടിട്ടുള്ള നമ്മുടെ തുള്ളുന്ന ഒരു ഹൃദയത്തിനെ പിടിച്ച് നിർത്താൻ വളരെ പാടുപെടും. അത്രയും എക്സൈറ്റ്മെൻ്റാണ്. നമ്മളൊരു വേറൊരു ലോകത്തേക്ക് എത്തിയതുപോലെ തോന്നും. ഇപ്പോൾ ലയൺ കിങ്ങിലൊക്കെ കണ്ടിട്ടുള്ള മൃഗങ്ങൾ ക്യാമ്പ് ചെയ്യുന്ന മൃഗങ്ങൾ മീറ്റിംഗ് കൂടുകയൊക്കെ ചെയ്യുന്ന പോലെയുള്ള സ്ഥലങ്ങളും മരങ്ങളും. ഇപ്പം ചില ഈ മുള്ളുള്ള ഒരു മരമുണ്ട്, അത് അക്കേഷ്യയാണെന്നാണ് അവർ പറയുന്നത്. നമ്മുടെ നാട്ടിലുള്ള അക്കേഷ്യ അല്ല അത്. അപ്പോൾ ആ മരങ്ങളാണ് കൂടുതലായിട്ട് കാണുന്നത്. ഈ വേനലിനെയൊക്കെ സർവൈവ് ചെയ്യാൻ മുള്ളുള്ള മരങ്ങൾ, ഈ ചൂടിനെ സർവൈവ് ചെയ്യുന്ന മരങ്ങളിലൊക്കെ മുള്ളുണ്ട്. അപ്പോൾ അതിൽ ഭയങ്കര രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, പല മരങ്ങളും ഭയങ്കര ഹൈറ്റ് വരെ ഇലകളേ ഇല്ല, മുകളിൽ മാത്രം കുട പോലെ. അതെന്താണെന്ന് വെച്ചാൽ, ഈ വളരുന്ന സമയത്ത് ജിറാഫുകൾക്ക് എത്തുന്ന സ്ഥലത്ത് നിന്ന് മുഴുവൻ ഇതിൻ്റെ ഇല ജിറാഫുകൾ കടിച്ച് തിന്നും. അതുകൊണ്ട് ശരിക്കും ക്രോപ്പ് ചെയ്ത പോലെ ആണ് മരങ്ങൾ നിൽക്കുന്നത്. ആനകളും തിന്നും. അവരുടെ ഹൈറ്റിൽ തുമ്പിക്കൈ എത്തിച്ച് പൊട്ടിക്കാവുന്ന സ്ഥലങ്ങളിലൊക്കെ അവരും പിടിക്കും. അപ്പം മരങ്ങൾക്കൊന്നും അടിയിൽ ഇലകളില്ല. അധികവും മരങ്ങൾക്ക് മുകളിൽ മാത്രമാണ് കുട പോലെ ആണ് ഇലകളുള്ളത്. താഴെയുള്ളൊക്കെ മൃഗങ്ങൾ തിന്നും. പുല്ല് മേഞ്ഞ് കിടക്കുന്ന കാട്ടാടുകൾ, മാനുകളും 3-4 വെറൈറ്റി മാനുകൾ അവിടെ ഉണ്ട്. അപ്പം ഇപ്പം നമ്മൾ വരുമ്പോൾ നമുക്ക് പലതിൻ്റെയും പേരുകൾ അറിയില്ല. നല്ല ഭംഗിയുള്ള ഒരു മാനുണ്ട്. നമ്മുടെ നാട്ടിലെ ചെറിയ മാനുകളുടെ, പുള്ളിമാനുകളുടെയൊക്കെ വലുപ്പമുള്ള മാനാണ്. പക്ഷെ വയറ്റിൽ ബ്ലാക്കും വൈറ്റും, ബ്രൗൺ കളറാണ്, പക്ഷെ വയറിൽ ബ്ലാക്കും വൈറ്റും സ്ട്രൈപ്പ് ഉണ്ട്. അപ്പം ബ്രൗൺ വൈറ്റ് ബ്ലാക്ക് സ്ട്രൈപ്പുള്ള മാനുകളെ ധാരാളം കണ്ടു. അതാണ് ഏറ്റവും കൂടുതൽ അവിടെ ഉള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ ആ മാനിൻ്റെ പേര് ഭയങ്കര രസകരമാണ്. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല അങ്ങനെ ഒരു പേര്. തോംസൺ ഗസൽ എന്നാണ് വയറ്റിൽ കറുപ്പും വെളുപ്പും വരെയുള്ള മാനിൻ്റെ പേര്. തോംസൺ ഗസൽ എന്നാണ്. തോംസൺ എന്ന് പറഞ്ഞാൽ ഏതോ സാഹിബ് ആയിരിക്കും ആ പേരിട്ടത്, ഗസൽ, തോംസൺ ഗസൽ. പിന്നെ ഇതിനേക്കാൾ വലിയ, നമ്മുടെ കേഴമാൻ എന്നൊക്കെ പറയുന്ന വലിയ മാനുണ്ടല്ലോ, ആ മാനിൻ്റെ വലുപ്പത്തിലുള്ള വേറെ മാനുകളുണ്ട്. അതിനെ തോപ്പി എന്നാണ് പറയുന്നത്. തോപ്പി, അതിന് വേറെ എന്തെങ്കിലും പേരുണ്ടാവും, പക്ഷെ തോപ്പി എന്നാണ് അവർ, കെനിയൻസ് അതിനെ വിളിക്കുന്നത് തോപ്പി എന്നാണ്. അതുപോലെ ഏറ്റവും വലിയ ഒരു മാനുണ്ട്. ആ മാൻ ശരിക്കും ഒരു കാളക്കൂറ്റൻ്റെ സൈസുണ്ട്.
ഒരു കൂറ്റൻ കാളയുടെ സൈസ് ഉണ്ട്. പക്ഷെ മുഖം മാത്രം മാനിൻ്റെ, അതിൻ്റെ കൊമ്പും മാനിൻ്റെ. പക്ഷെ ശരീരം മാത്രം കണ്ടു കഴിഞ്ഞാൽ വലിയൊരു പശുവാണെന്ന് അല്ലെങ്കിൽ കാളയാണെന്ന് തോന്നുന്നു. എസൽ എന്ന മറ്റാണ് അതിൻ്റെ പേര്. പിന്നെ വളരെ ചെറിയ മുയലിൻ്റെ പോലെയുള്ള കൊച്ചു മാനുണ്ട്, അതിനെ ഡിക്ക് എന്നാണ് വിളിക്കുന്നത്. ഡിക്ക് എന്നാണ് അതിൻ്റെ പേര്. ആ മാനിൻ്റെ പ്രത്യേകത അത് ഇണകളായിട്ടാണ് നടക്കുക, ഒരാണും പെണ്ണും. എപ്പോഴും ആ ഇണകൾ ഒരുമിച്ചായിരിക്കും. ഇതിലേതെങ്കിലും ഒരെണ്ണത്തിന് ഏതെങ്കിലും മൃഗം പിടിച്ച് കൊല്ലുകയോ അല്ലെങ്കിൽ ചത്തുപോവുകയോ ചെയ്താൽ ഇണയായിട്ടുള്ള ഡിക്ക് ഒരു മാസത്തിനുള്ളിൽ തനിയെ ചത്തുപോകും. ഈ ഇണയെ പിരിഞ്ഞ് ജീവിക്കുന്നതിൻ്റെ സങ്കടം കൊണ്ട് ചത്തുപോകും. അതാണ് ഡിക്ക്. അപ്പം ഏറ്റവും ചെറിയ മാൻ തൊട്ടിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ മാൻ വരെ ഇവിടെയുണ്ട്. 4 വെറൈറ്റി തന്നെ ഞാൻ തന്നെ കണ്ടു. വേറെ ഇനി വല്ലതും ഉണ്ടാവുമോ എന്ന് അറിയില്ല. ഹിപ്പോപ്പൊട്ടാമസ്, സീബ്ര, ലയൺ, ചീറ്റ, പിന്നെ ലെപ്പേർഡ്. നമ്മളിപ്പോൾ ഈ അടുത്ത് ഇന്ത്യയിൽ ചീറ്റകളില്ല എന്ന് പറഞ്ഞിട്ട് ചീറ്റകൾ കൊണ്ടുവന്ന വാർത്തയൊക്കെ കണ്ടിട്ടുണ്ട്. ചീറ്റ ഈ കണ്ണിൻ്റെ താഴേക്ക് ഇങ്ങനെ കണ്ണുനീര് ഒലിച്ചതുപോലെ ഒരു കറുപ്പ് മാർക്കുള്ള ചീറ്റ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ആനന്ദിനും മോചിത്തിനൊക്കെ ഫോട്ടോസ് കിട്ടി. ചീറ്റ ഒരു മാനിനെ പിടിച്ചിട്ട്, ചെറിയൊരു മാനിനെ പിടിച്ചിട്ട് ഒരു മരത്തിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട് അതിനെ തിന്നുന്നതിൻ്റെ വീഡിയോ കിട്ടിയെന്ന് പറഞ്ഞു. നമുക്കത് കിട്ടിയില്ല. നമ്മൾ പക്ഷേ ചീറ്റേനെ കണ്ടിരുന്നു പ്രാവശ്യം. ഈ ബ്ലാക്ക് പാന്തറിനെ മാത്രം കണ്ടില്ല. അതവിടെ ഉണ്ടോയെന്ന് അറിയില്ല, അതിനെ മാത്രം കണ്ടില്ല. ഇപ്പം രസകരമായിട്ടുള്ള കാഴ്ചകളുടെ ദിവസങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. പോകുന്ന വഴിയിൽ ചില അരുവികളുണ്ട്. ആ അരുവിയിൽ ഇറങ്ങിയ പാറക്കെട്ടൊക്കെ ഉള്ളതിൻ്റെ ഉള്ളിൽ കൂടെ, വെള്ളത്തിൽ കൂടെ ഇവർ ഈ ജീപ്പ് ഓടിക്കും. ലാൻഡ് ക്രൂയിസറിന് തന്നെ ആ വഴി കൂടെ പോകാൻ പറ്റില്ല. എല്ലാ വണ്ടികളും ഓൾമോസ്റ്റ് ലാൻഡ് ക്രൂയിസേഴ്സ് തന്നെയാണ്. ഇടയ്ക്ക് ചില റേഞ്ചേഴ്സിൻ്റെ അടുത്ത് ഞാൻ സുസുക്കി കണ്ടു. നമ്മുടെ മാരുതി സുസുക്കിയുടെ ഒറിജിനൽ സുസുക്കി, നമ്മുടെ പഴയ ജീപ്പ് ഉണ്ടല്ലോ, ആ വണ്ടി വലിയ ടയറൊക്കെ ഇട്ടിട്ട് ഓടുന്നത് കണ്ടു. പക്ഷേ ബാക്കിയെല്ലാം ഈ ലാൻഡ് ക്രൂയിസേഴ്സ് തന്നെയാണ്. ലാൻഡ് ക്രൂയിസേഴ്സ് ഓൾട്ടർ ചെയ്തിട്ടാണ് ഇവരിത് ചെയ്യുന്നത്. മസായിസാണ് എല്ലാ ഡ്രൈവേഴ്സും. ഗൈഡുകളും ഡ്രൈവേഴ്സും മസായിസാണ്. അപ്പോൾ അവർക്കൊരു മൃഗത്തിനെ കണ്ടാൽ അത് എവിടെ പോകുന്നത്, ചില മൃഗങ്ങളെ കണ്ടാൽ അവർക്കറിയാം പരിസരത്ത് എവിടെയോ ലയണുണ്ട് അല്ലെങ്കിൽ പരിസരത്ത് എവിടെയോ ചീറ്റയുണ്ട് എന്ന് അവർക്ക് മനസ്സിലാവും. ഒരു മാൻകൂട്ടത്തിനെ കാണുമ്പോൾ ഇവർ മെല്ലെ മാറ്റി ഇങ്ങനെ നിർത്തും. കാരണം വെച്ചാൽ പരിസരത്ത് എവിടെയോ ചീറ്റയോ ലെപ്പേർഡോ ലയണോ ഉണ്ട്. കാരണം ഈ മാൻകൂട്ടത്തിലെ 2 മാനുകൾ അലേർട്ടായിട്ട് ഇങ്ങനെ നിൽക്കണം. ബാക്കി മാനുകളെല്ലാം നിഷ്കളങ്കമായി ഇങ്ങനെ പുല്ല് തിന്നുണ്ടാവും. ബാക്കി 2 എണ്ണം 2 സൈഡിലേക്ക് നോക്കിക്കൊണ്ട് ഇങ്ങനെ വിദൂരതയിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുക. അതേ വല്ല അപകടവും വരുന്നുണ്ടോ എന്ന് അറിയണം. അപ്പോൾ അവർ ചില സമയത്ത് ഈ എല്ലാ മാനുകളും ഇങ്ങനെ തലപൊക്കി ഇങ്ങനെ നോക്കും. അപ്പോൾ അത് കാണുമ്പോൾ ഇവർക്കറിയാം എവിടെയോ ഒരു ഇവരെ വേട്ടയാടുന്ന എന്തോ ഒരു മൃഗത്തിൻ്റെ സാന്നിധ്യം അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ കാറ്റിൽ അതിൻ്റെ മണം വരെ എന്തെങ്കിലും ആയിരിക്കും. സാധാരണ പുലികളും സിംഹമൊക്കെ ഈ കാറ്റിന് എതിരായിട്ടാണ് നിൽക്കുക. കാരണം ഈ മൃഗങ്ങളുടെ അടുത്തേക്ക് അവരുടെ മണം വരാതിരിക്കാൻ. എന്നിട്ടാണ് ആ പാവങ്ങളുടെ അടുത്തേക്ക് പതുങ്ങി വന്നിട്ട് പിടിക്കുക. കുറുക്കന്മാരെ കുറിച്ച് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ടെങ്കിലും ഈ കുറുക്കന് നമ്മൾ ചിലപ്പോൾ ഒക്കെ പുലർച്ചെയൊക്കെ നമ്മൾ പരിസരത്തൊക്കെ ഉള്ള വഴിയുടെ പരിസരത്ത് കാടൊക്കെ ഉള്ള വഴി കൂടെ പോകുമ്പോൾ റോഡ് ഇങ്ങനെ ക്രോസ് ചെയ്ത് മിന്നായം പോലെ പോകുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ കുറുക്കന്മാരൊട്ടും ഫ്രണ്ട്ലി അല്ലാത്തതുകൊണ്ടും മനുഷ്യരെ കണ്ടു കഴിഞ്ഞാൽ അവർ ആ ഭാഗത്ത് നിൽക്കാത്തതുകൊണ്ടും നമ്മൾ അങ്ങനെ കുറുക്കനെ വിശദമായിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ കുറുക്കന്മാരുടെ ഒരു കൂട്ടത്തിനെ തന്നെ നമ്മൾ കണ്ടു. ആ കുറുക്കനൊരു പേരുണ്ട്, ബ്ലാക്ക് ബാക്ക്ഡ് ജാക്കൽ. ബ്ലാക്ക് ബാക്ക്ഡ് ജാക്കലിനെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പുറത്ത് ഒരു കറുപ്പ് കളറിൽ ഒരു സ്ട്രിപ്പ് ഇങ്ങനെ ഉണ്ട്. അത് ശരീരത്തിൽ നിന്ന് ഇത്രയും കൂടി പൊങ്ങി നിൽക്കുന്ന, നമ്മുടെ അണ്ണാൻ കുഞ്ഞിൻ്റെ മീതെ ഇങ്ങനെ 3 വരകളുള്ളതുപോലെ ഇതൊരു ഇങ്ങനെ വിരൽ സെപ്പറേറ്റ് ചെയ്ത 4 വിരൽ വെച്ചിട്ട് ഇങ്ങനെ ശക്തമായി ആരോ തലോടിയതുപോലെ അത് കറുത്ത് തടിച്ച് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഈ കുറുക്കൻ്റെയൊക്കെ മുഖം നമ്മൾ ക്യാമറയിൽ ക്ലോസപ്പിൽ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഈ മൃഗകഥകൾ എഴുതുന്ന ആളുകൾ എത്ര കൃത്യമായിട്ടാണ് ഓരോ മൃഗങ്ങൾക്കും അതിൻ്റെ സ്വഭാവം കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് അത്ഭുതം തോന്നും. കാരണം അത് റിയലാണ്. ഈ കുറുക്കനെ കണ്ട അതിൻ്റെ മുഖത്ത് തന്നെ ഒരു സൂത്രവും സൂത്രൻ എന്നൊക്കെ പറഞ്ഞ ചില കാർട്ടൂൺ കുറുക്കന്മാരൊക്കെ ഉണ്ടല്ലോ, അതുപോലെ ഇതിൻ്റെ മുഖത്ത് ആ സൂത്രം നമുക്കറിയാം. അത് ഭയങ്കര കണ്ണിങ് ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ അവരുടെ ആക്ടിവിറ്റീസൊക്കെ ഇവർ ഒബ്സർവ് ചെയ്തിട്ടായിരിക്കും എഴുത്തുകാർ കുറുക്കനെ അങ്ങനെ അവതരിപ്പിച്ചിട്ടുള്ളത്. അത് ഇതിനെ കാണുമ്പോൾ, ഇതിൻ്റെ മുഖം കാണുമ്പോൾ നമുക്ക് നമ്മൾ വായിച്ചിട്ടുള്ള കഥകളിലെ എല്ലാ കുറുക്കന്മാരെയും ഓർമ്മ വരും.
അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ഇതിനെ പോർട്രേ ചെയ്തിരിക്കുന്നത്. ഞങ്ങളങ്ങനെ ഈ കുറേ മൃഗങ്ങളെയൊക്കെ കണ്ട് മാനിനെയും ജാക്കലിനെയും ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ ക്യാമ്പിലേക്ക് പോകണം. അപ്പം ഇങ്ങനെ ഈ ചെമ്മൺ റോട്ടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തിട്ട് മുന്നോട്ട് പോകുമ്പോൾ മുമ്പിൽ ഒരു കാട് പോലൊരു സ്ഥലം കണ്ടു. ഈ പറഞ്ഞ മുള്ളുമരങ്ങളും റെഡ് ചെറിയ ഇലകൾ പഴുക്കുമ്പോൾ ചുവപ്പ് കളറാവുന്ന ഇലകളുള്ള കുറ്റിച്ചെടി പോലെയുള്ള മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഞങ്ങളൊരു അരുവി ക്രോസ് ചെയ്തിട്ട് കയറി. അപ്പോൾ മനസ്സിലായി ഇത് ക്യാമ്പിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലായി, ക്യാമ്പിലേക്ക് എത്താറായി എന്ന് മനസ്സിലായി. അങ്ങനെ ഞങ്ങളൊരു ഓപ്പൺ സ്ഥലത്ത് എത്തുമ്പോൾ അവിടെ മാറ ട്രെയിൽസ് എന്ന് എഴുതി വെച്ചിട്ടുള്ള ഒരു മരത്തിൻ്റെ കമാനമൊക്കെ ഉള്ള സ്ഥലത്ത് വന്നിട്ട് വണ്ടികൾ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഈ വണ്ടികൾ രണ്ടും പാർക്ക് ചെയ്ത് ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങളെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മാറ ട്രെയിലിലുള്ള അവരുടെ സ്റ്റാഫ്, അവരുടെ സെക്യൂരിറ്റി ആൾക്കാരൊക്കെ മസായികളാണ്. മസായി ആളുകൾ അവരുടെ ആ രസകരമായിട്ട് കളർഫുള്ളായിട്ടുള്ള റെഡ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരു ബ്ലാങ്കറ്റ് പോലെയുള്ള ബെഡ്ഷീറ്റ് പോലെയുള്ള സാധനം ഇങ്ങനെ പുതച്ച് കെട്ടിയിട്ടാണ് അവർ നിൽക്കുക. കഴുത്തിലൊക്കെ ആഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ട് നിറയെ ആഭരണങ്ങളിടും. കഴുത്തിൽ നിറയെ മാലകളും മാലകളും കയ്യിൽ ഒക്കെ ഈ നൂലിൽ മുത്തുമണികൾ കോർത്തിട്ട് ചെറിയ ചോപ്പ് ബീഡ്സ് കോർത്തിട്ടുള്ള സാധനങ്ങളൊക്കെ കയ്യിൽ കിട്ടിയിട്ട് അവർ ഞങ്ങളെ കാത്തിരിക്കേണ്ടായിരുന്നു. അവരുടെ ഒരു വെൽക്കം ഡാൻസ് ഉണ്ട്. ആ പാട്ട് അവരുടെ മസായി ഭാഷയിലുള്ള പാട്ട് പാടിയിട്ട് ഉള്ള വെൽക്കം ചെയ്യുന്ന ഒരു ഡാൻസ്, അത് അതിമനോഹരമാണ്. അതിൻ്റെ ഒരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശബ്ദം, ഒരാൾ ഭയങ്കര ബേസിൽ അത് എവിടെ നിന്നാണ് ആ സൗണ്ട് വരുന്നത് നമുക്ക് മനസ്സിലായില്ല. എന്നൊരു നമ്മൾ ബേസ് ഗിറ്റാറോ അല്ലെങ്കിൽ ബേസ് ചെല്ലോസൊക്കെ പാട്ടിൽ ചെല്ലോസൊക്കെ വായിക്കുന്നത് ഇതിൻ്റെ ഒരു ബാക്കിങ്ങിന് വേണ്ടിയിട്ടാണല്ലോ. ആ ബാക്കിംഗ് പോലെ ഒന്നോ രണ്ടോ പേര് ആ ശബ്ദത്തിൽ പാടിക്കൊണ്ടിരിക്കും, ബാക്കിയുള്ളവർ അല്ലാതെ പാടിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ളൊരു ശരീരത്തിൻ്റെ ചലനങ്ങളൊക്കെ ഉള്ള ഒരു നൃത്തം ഞങ്ങളെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെല്ലാവരും ചെയ്തു. അത് യാത്രികരും അവരോടൊപ്പം ഡാൻസ് ചെയ്യാനൊക്കെ കൂടി മനോഹരമായിട്ടുള്ളൊരു സാധനമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് ബാഗും വലിയ പെട്ടികളൊക്കെ അവരെടുത്ത് കൊണ്ടുവരും റിസപ്ഷനിലേക്ക്. ഞങ്ങൾ ചെമ്മൺ വിരിച്ചിട്ടുള്ള രണ്ട് സൈഡിൽ ഇഷ്ടികകൾ കൊണ്ട് അതിര് വെച്ചിട്ടുള്ള ചെറിയ നടപ്പാതയിലൂടെ അകത്തേക്ക് കയറി. അപ്പോൾ വലതുവശത്ത് ഈ മരങ്ങളുടെ ചുള്ളിക്കമ്പുകൾ, അത് ഈ മസായി സ്ത്രീകളാണ് കാട്ടിൽ പോയിട്ട് വെട്ടി കളക്ട് ചെയ്ത് കൊണ്ടുവരിക. ആ ചുള്ളിക്കമ്പുകൾ വെച്ചിട്ട് ഈ മസായി സ്ത്രീകൾ ഉണ്ടാക്കിയ വേലികളുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ, നല്ല ലൈറ്റ് വീണ് കിടക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. അതിൻ്റെയൊക്കെ വിശദമായിട്ടുള്ള വീഡിയോസ് ഞാൻ പിന്നീട് എടുത്തിട്ടുണ്ട്. അങ്ങനെ ആ വേലികളൊക്കെ ഉള്ളൊരു വഴി കൂടെ അകത്തേക്ക് കയറുമ്പോൾ അവർ റിസപ്ഷൻ ഏരിയ എത്തും. റിസപ്ഷനിൽ ഒരു 5-10 പേർക്ക് ഒരേ സമയം ഇരിക്കാവുന്ന സെറ്റുകൾ ഇട്ടിട്ടുണ്ട്. ടെൻ്റ് ആണ്, ക്യാൻവാസ് കൊണ്ടുള്ള ടെൻ്റാണ്, അതിൻ്റെ മൊത്തം ടെൻ്റാണ്. അത് എല്ലാം സിബ് ലോക്ക് ചെയ്യാവുന്ന ടെൻറ്റുകളാണ്. വെച്ചാൽ രാത്രി മൃഗങ്ങളൊക്കെ അവിടെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് സിബ് ലോക്ക് ചെയ്തിട്ട് തുറന്നിടില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ രാവിലെ വരുമ്പോൾ സെറ്റിയിലൊക്കെ വല്ല സിംഹമൊക്കെ കിടക്കുന്നത് കാണേണ്ടി വരും. അപ്പോൾ ആ റിസപ്ഷനിലേക്ക് കയറി അവിടെ വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു. വെൽക്കം ഡ്രിങ്കുമായിട്ട് മസായികൾ നിൽക്കുന്നുണ്ടായിരുന്നു. അവർ വെൽക്കം ഡ്രിങ്ക്സൊക്കെ തന്നു. നമ്മളെല്ലാവരും ഒന്ന് അവിടെ നിന്ന് റിലാക്സ് ചെയ്തു. അവിടെ തന്നെ തൊട്ടടുത്ത് ഈ വേലി കെട്ടിയിട്ടുള്ളതിൻ്റെ ഉള്ളിൽ ടോയ്ലറ്റ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയിട്ടൊന്ന് ഫ്രഷായി. അത് കഴിഞ്ഞ് വെൽക്കം ഡ്രിങ്കിന് ശേഷം ഞങ്ങളെ ഓരോരുത്തരെ അവരവരുടെ ടെൻറ്റുകളിലേക്ക് കൊണ്ടുപോയി. എല്ലാവർക്കും ഇൻഡിപെൻഡൻറ്റ് ടെൻറ്റുകളാണ്.
അപ്പം എൻ്റെ ടെൻറ്റിൽ 2 വലിയ കട്ടിലൊക്കെ ഉണ്ട്. നമുക്കൊരു ഫാമിലി ആയിട്ട് വന്നാൽ എല്ലാവർക്കും അതിൻ്റെ ഉള്ളിൽ താമസിക്കാം. അത് ഇതിൻ്റെ പുറകിൽ ഈ ക്യാമ്പിൻ്റെ പുറകിൽ ഒരു പുഴ ഒഴുകുന്നുണ്ട്. ആ പുഴയുടെ തീരത്താണ് ഈ സ്ഥലം. മുമ്പിൽ കാട്, പുറകിൽ പുഴ. ആ പുഴയിൽ ഹിപ്പോപ്പൊട്ടാമസുകൾ വരാറുണ്ടെന്നാണ് പറയുന്നത്. ഡിക്കി എന്ന് പറയുന്ന ചെറിയ മാനുകളൊക്കെ അവിടെ ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറഞ്ഞു. അത് നമ്മൾ രാത്രി ഈ ടെൻറ്റിനകത്ത് കിടന്നു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ശബ്ദങ്ങൾ കേൾക്കാം. രാത്രി വിചിത്രമായ പക്ഷികളുടെ കൂജനങ്ങൾ കേൾക്കാം. ഹിപ്പോസിൻ്റെ ചില അലർച്ചകൾ കേൾക്കാം. കാടിനുള്ളിൽ ഈ പുഴയുടെ തീരത്തുള്ള ടെൻറ്റിലാണ് ഞാൻ താമസിക്കുന്നത്. എന്നെ ആ ടെൻറ്റിനുള്ളിലേക്ക് കൊണ്ടുപോയി പുറകെ ഒരു മസായി ഗാർഡ് നമ്മളുടെ പെട്ടിയും എടുത്തുകൊണ്ട് വന്നു. എൻ്റെ ബാക്ക് പാക്കും ചെറിയ ബാഗും ഞാൻ എൻ്റെ കയ്യിൽ തന്നെ എടുത്തു. വലിയ പെട്ടി ഈ മസായി സെക്യൂരിറ്റിക്കാരൻ കൊണ്ടുവന്നു. ഞങ്ങൾ റൂമിൽ വന്നപ്പോൾ ഞാൻ തലേ ദിവസം 6:40 എറണാകുളത്ത് നിന്ന് കൊച്ചിൻ എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തത്. അപ്പം തൊട്ടിട്ട് ഇവിടെ 12 മണിക്ക് എത്തുന്നത് വരെ നമ്മൾ ഫ്രഷ് ആയിട്ടൊന്നുമില്ല, കുളിച്ചിട്ടില്ല, ടോയ്ലറ്റ് പോയിട്ടില്ല, ബ്രഷ് ചെയ്തിട്ടില്ല. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് റിസപ്ഷനിൽ 1 മണിക്ക് എത്താനാണ് പറഞ്ഞിരുന്നത്. 1 മണിക്ക് എല്ലാവരും റിസപ്ഷനിൽ ഗ്യാദർ ചെയ്തു. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഡൈനിങ് റൂമുണ്ട്. അവിടെയാണ് നമുക്കുള്ള ലഞ്ച് ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. ആ ലഞ്ച് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ലഞ്ചാണ്. ഉണ്ടാക്കുന്നത് മസായിയാണ്. പക്ഷേ ഹെർമിസ് ഇവരെയൊക്കെ നന്നായി ട്രെയിൻ ചെയ്യിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യക്കാർ വരുമ്പോൾ, സൗത്ത് ഇന്ത്യൻസ് വരുമ്പോൾ ഇഡ്ഡലി സാമ്പാർ വരെ അവർക്ക് ഉണ്ടാക്കാൻ അറിയാം. ഉച്ചയ്ക്ക് നമുക്ക് റൈസും ചപ്പാത്തിയും ഒക്കെ ഉണ്ടായിരുന്നു. ചിക്കൻ കറി ഉണ്ടായിരുന്നു. നമ്മുടെ നാടൻ രീതിയിൽ വയ്ക്കുന്ന ചിക്കൻ കറി ഉണ്ട്. പിന്നെ അവരുടേതായിട്ടുള്ള ചില സാലഡ്സ്. അങ്ങനെ ഫുഡിലൊന്നും നമുക്ക് ഒരു അപരിചിതത്വം തോന്നില്ല. കാരണം നമ്മുടെ നാടൻ ഭക്ഷണം അവരുടെയും കൂടി ഒരു ടച്ചോട് കൂടിയിട്ടുള്ള, മസായി ടച്ചോട് കൂടിയിട്ടുള്ള നാടൻ ഭക്ഷണം, നമ്മുടെ നാടൻ ഭക്ഷണം നമുക്ക് അവിടെ കിട്ടും. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും എല്ലാവരും റൂമിലേക്ക് പോയിട്ട് 1 മണിക്കൂർ കിടന്നോളാൻ പറഞ്ഞു. 3:30 തിരിച്ച് ഇവിടെ വൈകുന്നേരം 3:30 റിസപ്ഷനിൽ തിരിച്ചു വരാൻ പറഞ്ഞു. അങ്ങനെ 2 മണിയോടുകൂടി ലഞ്ച് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും റൂമിലേക്ക് പോയി. എല്ലാവരും നല്ല ക്ഷീണിതരായതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാവരും ഉറങ്ങി. ഞാൻ 3:15 വേക്കപ്പ് കോളൊക്കെ വെച്ചിട്ടാണ് കിടന്നത്. അങ്ങനെ 3:15 എഴുന്നേറ്റ് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി ഞാൻ വീണ്ടും ഈ റിസപ്ഷനിലേക്ക് വന്നു. റിസപ്ഷനിൽ അപ്പോഴേക്കും എല്ലാവരും എത്തിത്തുടങ്ങി. എല്ലാവരും ഗ്യാദർ ചെയ്തതിനു ശേഷം ഞങ്ങൾ വീണ്ടും തിരിച്ച് അടുത്ത സഫാരിക്ക് പോയി. അപ്പോൾ 3:30 തൊട്ട് ഒരു 7 മണി വരെയൊക്കെ നമുക്ക് കറങ്ങാൻ പറ്റില്ല. ഇരുട്ടായി കഴിഞ്ഞാൽ തിരിച്ച് വരും. ആ സമയം എന്താണ് സഫാരി ഇല്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൃഗങ്ങൾ രാവിലെ ഒരു 11 മണി വരെയൊക്കെ പുറത്തിറങ്ങുള്ളൂ. വെയിൽ മൂത്ത് കഴിഞ്ഞാൽ അവരെല്ലാവരും അവരുടെ ഒളിസങ്കേതങ്ങളിലേക്ക് പോകും. വീണ്ടും ഈ ഓപ്പൺ സ്പേസിലേക്ക് അവർ വരുന്നത് ഉച്ചയ്ക്ക് ഒരു 3:30 ശേഷമാണ്. അപ്പോൾ ഒരു 4 മണിയോടുകൂടി നമ്മൾ അവിടെ എത്തുമ്പോൾ നമുക്ക് മൃഗങ്ങളെയൊക്കെ കാണാം. പോകുന്ന വഴിക്ക് ഒരു അരുവി ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് അരുവിയിലേക്ക് ഇറങ്ങിയിട്ട് ഒരു ചെറിയ ഓവുപാലമുണ്ട്. ആ പാലത്തിൻ്റെ മീതെ കൂടെ അപ്പുറത്തേക്ക് കിടക്കുമ്പോൾ ആ പാലത്തിൻ്റെ മീതെ വണ്ടി നിർത്തി ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കാൻ പറഞ്ഞപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഈ അരുവിയിലെ വെള്ളത്തിൽ ഹിപ്പോപ്പൊട്ടാമസുകൾ മുങ്ങി ഇങ്ങനെ കിടക്കുന്നുണ്ട്. തല മുഴുവൻ പുറത്തേക്ക് വരില്ല, കുറച്ച് ഭാഗം മാത്രമേ വെള്ളത്തിന് പുറത്തുള്ളൂ. അപ്പോൾ അത് പകലെന്തുകൊണ്ട് അങ്ങനെ കിടക്കണമെന്ന് ചോദിച്ചപ്പോൾ ഈ ഹിപ്പോപ്പൊട്ടാമസുകൾ പകൽ മുഴുവൻ വെള്ളത്തിൽ കിടക്കും. കാരണം അവർക്ക് പെട്ടെന്ന് ഈ സൺസ്ട്രോക്ക് അടിക്കും അത്ര. അപ്പോൾ ഈ സൺസ്ട്രോക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇവർ വെള്ളത്തിലായിരിക്കും, വെള്ളത്തിലും ചെളിയിലും കിടക്കുക. ആ വെള്ളത്തിൽ തന്നെയാണ് മൂത്രമൊഴിക്കുന്നതും, ആ വെള്ളത്തിൽ തന്നെയാണ് അപ്പിടുന്നതും, ആ വെള്ളത്തിൽ വെച്ച് തന്നെയാണ് ഇവർ മേറ്റ് ചെയ്യുന്നത്, ആ വെള്ളം തന്നെയാണ് ഇവർ കുടിക്കുന്നത്. അങ്ങനെ എല്ലാം വെള്ളത്തിൽ തന്നെ സാധിക്കുന്ന ഒരു മൃഗം ഹിപ്പോപ്പൊട്ടാമസ്. അപ്പോൾ അതിന് ഒരു കൂട്ടം ഹിപ്പോപ്പൊട്ടാമസുകളെ ഞങ്ങൾ വെള്ളത്തിൽ കിടക്കുന്നത് കണ്ടു. വലതുവശത്ത് കുറച്ച് മാറിയിട്ട് ഒരാന മേഞ്ഞ് നിൽക്കുന്നത് കണ്ടു. ഇതിനൊക്കെ ഇത്ര അടുത്ത് നമ്മളുടെ നാട്ടിൽ ആനകളെ കാണും. ആനകൾ ക്രോസ് ചെയ്ത് പോണതൊക്കെ നമ്മൾ മുത്തങ്ങയിലൊക്കെ പോയാൽ കാണും. വേറെ മൃഗങ്ങളെയൊന്നും നമ്മൾ അങ്ങനെ കാണില്ല. മാനുകളെ കാണും റോഡിൻ്റെ സൈഡിൽ ഈ പുൽമേടുകളിൽ നിൽക്കുന്നത്. പക്ഷേ ഇത് ആനയും ഹിപ്പോപ്പൊട്ടാമസൊക്കെ ഒരേ അരുവിയുടെ ഇടത്തും വലത്തുമായിട്ട് നമ്മൾ കാണുക എന്ന് പറയുന്നൊരു കാഴ്ചയുണ്ട്. യാത്രയിൽ കണ്ട മറ്റൊരു പക്ഷി ഹെൽമെറ്റഡ് ഗിനി ഫൗൾ എന്ന് പറയുന്ന ഒരു പക്ഷിയെ കണ്ടു. അത്
അത്ര അധികം ഉയരത്തിൽ പറക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നടക്കുന്ന നമ്മുടെ ഗിനിക്കോഴികളെ പോലെയുള്ള ബ്ലൂയിഷ് ഗ്രേ കളറിലുള്ള തൂവലുകളൊക്കെ ഉള്ള ഒരു തടിയൻ പക്ഷികൾ ഒരു കൂട്ടമായിട്ട് മേയുന്നത് കണ്ടു. അതാണ് പുതുതായിട്ട് കണ്ട ഒരു ബേർഡ്. നമ്മൾ അതിനു മുമ്പ് കണ്ടിട്ടില്ല. പിന്നെ ചെറിയ പേരറിയാത്ത കുറേ പക്ഷികൾ, പിന്നെ ഹയനകൾ. അങ്ങനെ ഹയനകൾ കുറച്ച് അവിടെ മാറിയിരിക്കണ കണ്ടപ്പോൾ ഈ ഗൈഡ് അവിടെ ഒരു ലയണിൻ്റെ പ്രസൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പോകുമ്പോൾ ഒരു കാട്ടുപന്നിയെ കൊന്നിട്ട് അത് തിന്നുകൊണ്ടിരിക്കുന്ന ഒരു സിംഹം പുല്ലുകൾക്കിടയിൽ കിടക്കുന്നത് കണ്ടു. അപ്പോൾ അത് എഴുന്നേറ്റ് വരുമൊന്നുമില്ല, തീറ്റയിലാണ്. അതുകൊണ്ട് ഈ പുല്ലിനിടയിൽ കിടക്കുകയാണ്. അത് പന്നിയെയാണ് പിടിച്ചിരിക്കണതെന്ന് ഇവർ പറഞ്ഞു. പന്നിയുടെ വർഗത്തിൽപ്പെടുന്ന നമ്മുടെ ഇവിടെ കാണുന്ന പോലെയല്ല, ഇത്രയും വലിയ തേറ്റയുള്ള ഒരു പന്നിയുണ്ട്. ആ പന്നീനെ സാധാരണ സിംഹങ്ങളും പുലികളൊന്നും വേട്ടയാടാറില്ല എന്നാണ് പറയണത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അപകടകാരിയാണ്. അതിൻ്റെ തേറ്റ കൊണ്ടിട്ട് മുറിവേൽക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ വേട്ടയാടുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. ഹണ്ടിങ് ഓൾറെഡി കഴിഞ്ഞിരിക്കുന്നു, തിന്നു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ തിന്നുന്നതിൻ്റെ കുറേ നേരം നമ്മളതിൻ്റെ വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്തു. പക്ഷെ അത് പുല്ലിൻ്റെ പുറത്തേക്ക് വരാത്തതുകൊണ്ട് ക്ലിയർ ആയിട്ടുള്ളൊരു പിക്ചർ നമുക്ക് കിട്ടിയില്ല. ആ സിംഹത്തെക്കുറിച്ച് നമ്മുടെ ഗൈഡ് നിക്സൺ പറഞ്ഞത്, നിക്സൺ നെബോ എന്നാണ് അയാളുടെ പേര്. നെബോ എന്ന് പറയുന്നത് അവരുടെ മസായി പേരാണ്, നിക്സൺ എന്നുള്ളത് അവരുടെ ഇംഗ്ലീഷ് പേരാണ്. നിക്സൺ നെബോ പറയുന്നത് ആ സിംഹത്തിനെ ബേസ് ചെയ്തിട്ടാണ് ലയൺ കിങ്ങിലുള്ള സിംഹം ആ ക്യാരക്ടറിനെയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു കണ്ണില്ല പോലും. ഈ യുദ്ധമൊക്കെ ചെയ്തിട്ട് പരസ്പരമുള്ള വഴക്കടിക്കുന്നതിൽ കണ്ണടിച്ച് പോയിട്ട് ഒരു കണ്ണ് സൈഡ് ബ്ലൈൻഡാണ്, വലിയ വടുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ ഒരു മുഖത്തിൻ്റെ ഒരു ഫോട്ടോ കിട്ടാൻ വേണ്ടി കുറേ നേരം കാത്തിരുന്നു. പക്ഷെ പിന്നെ അത് തീറ്റയുടെ തിരക്കിലായതുകൊണ്ട് അതൊരിക്കലും ഉടനെ ഒന്നും എഴുന്നേൽക്കില്ല എന്നുള്ളതുകൊണ്ട് പിന്നെ നമുക്കവിടെ നിന്ന് പോരേണ്ടി വന്നു. പിന്നെ ഇതിൻ്റെയൊക്കെ പരിസരത്ത് കുറുക്കന്മാരും ഹയനകളും ഒക്കെ കഴുകന്മാരും ഒക്കെ ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ട്. കാരണം സിംഹം തീറ്റ അവസാനിച്ച് പോയി കഴിഞ്ഞാലാണ് ഇവർ വന്നിട്ട് ഇത് ബാക്കി തിന്നും. അപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ ഒരു കാട്ടുപോത്തിനെ മറ്റോ കൊന്നിട്ടിട്ടുള്ളടുത്ത് അതിൻ്റെ എത്ര ദിവസം മുമ്പ് കൊന്നിട്ടുള്ള അതിൽ കടിച്ചു വലിച്ച് നിൽക്കുന്ന കുറുക്കനെയൊക്കെ കാണും. സ്കാവഞ്ചേഴ്സ് എന്നാണല്ലോ ഇതിനെ പറയുന്നത്. ഈ കാട് വൃത്തിയാക്കുന്ന ആൾക്കാരാണ് അവർ. മറ്റ് ഈ സിംഹവും പുലിയൊക്കെ കൊന്ന് തിന്നിട്ട് ബാക്കി ഇട്ടിട്ട് പോകുന്നത് മുഴുവൻ തിന്ന് തീർക്കുന്നത് ഈ ഹയനകളും ഈ കുറുക്കന്മാരും കഴുകന്മാരും ഒക്കെ കൂടി ചേർന്നിട്ടാണ്. അവരെ മൊത്തത്തിൽ പറയുന്നത് സ്കാവഞ്ചേഴ്സ് എന്നാണ്. അപ്പോൾ അവരെയൊക്കെ കണ്ടു. ഞങ്ങൾ സഫാരിയുടെ ഒരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു. ഈ ഇത്രയും വലിയ മെഡോസിൽ ഈ വിശാലമായ ഈ പുൽമേടിൽ ദൂരെ മലകൾ കാണാം. അതിനപ്പുറത്ത് അതിൻ്റെ അപ്പുറത്ത് കടലുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ കടൽ കാണാൻ പറ്റില്ല. പക്ഷെ ഒരു ഇൻഫിനിറ്റ് വരെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടുത്തെ സൺസെറ്റ് വളരെ മനോഹരമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളെല്ലാവരും അവിടെ പോയി സൺസെറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തു. പക്ഷെ അന്ന് ഭയങ്കര ക്ലൗഡി ആയതുകൊണ്ട് ആകാശം മുഴുവൻ മേഘാവൃതമായിരുന്നു. അതുകൊണ്ട് ഈ സൺസെറ്റ് കാണാൻ പറ്റില്ല. ഞങ്ങൾ ഈ സഫാരിക്ക് പോയപ്പോൾ വേറെയും ഒരുപാട് ഈ സഫാരി വാഹനങ്ങൾ കണ്ടു. അതെല്ലാം മറ്റ് ഇതുപോലെ ക്യാമ്പുകൾ, ഈ റിസർവിനുള്ളിലുള്ളതും അല്ലാത്തതുമായ ക്യാമ്പുകളിൽ നിന്നുള്ള ആളുകൾ ഞങ്ങൾ വന്നതുപോലെ ഈ സഫാരിക്ക് വന്നിട്ടുള്ള ആൾക്കാർ, അവർ പല രാജ്യക്കാർ, ഇന്ത്യക്കാരുണ്ട്, മറ്റു പല രാജ്യക്കാരുണ്ട്, ഫോറിനേഴ്സ് ഉണ്ട്, യൂറോപ്യൻസ് ഉണ്ട്. അവരെയൊക്കെ കണ്ട് തിരിച്ച് വന്നത്. അപ്പോൾ ഇവിടെ വന്ന് റിസപ്ഷനിലിരിക്കുമ്പോൾ എനിക്ക് ഖത്തറിൽ നിന്ന് മണികണ്ഠൻ എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്ത്, വലപ്പാട്ടുകാരനാണ്, മണികണ്ഠൻ്റെ ഒരു കോള് വന്നു. അപ്പോൾ ആ കോള് വിളിച്ചതെന്ന് വെച്ചാൽ അങ്ങനെ മസായി മാറയിലുണ്ടെന്ന് ഞാൻ ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്തപ്പോൾ, ഇൻസ്റ്റയിൽ ഫോട്ടോസും റീൽസൊക്കെ അപ്ലോഡ് ചെയ്തപ്പോൾ മനസ്സിലാക്കിയിട്ട് അദ്ദേഹം എന്നെ വിളിച്ചതാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ മസായി മാറയിൽ ഈ റോയൽ റിസർവിൻ്റെ ഉള്ളിൽ, നാഷണൽ റിസർവിൻ്റെ ഉള്ളിൽ തന്നെ മറ്റൊരു ക്യാമ്പുണ്ട്. ദിലീപ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം വലപ്പാട്ട് കൊടുങ്ങല്ലൂർ കാരനാണ്. അദ്ദേഹം വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ്. അദ്ദേഹം അവിടെയാണ് സ്ഥിരതാമസം. അദ്ദേഹത്തിന് അവിടെ ഒരു ക്യാമ്പുണ്ട് പോലും. അപ്പോൾ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനെ ഒന്ന് മീറ്റ് ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉണ്ടെങ്കിൽ പുള്ളിക്ക് ഈ സ്ഥലം പറഞ്ഞു കൊടുക്കും എന്ന് പറഞ്ഞു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും മണികണ്ഠൻ്റെ കോൾ വന്നു.
ദിലീപ് ഇപ്പോൾ അന്റാർട്ടിക്കയിൽ ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ട് ക്യാമറയായിട്ട് പോയിരിക്കുകയാണ്. പുള്ളി സ്ഥലത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇത്തവണ ദിലീപിനെ കാണാൻ പറ്റിയില്ല. അപ്പോൾ അവൻ അടുത്ത തവണ വരുമ്പോൾ അദ്ദേഹത്തെ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. രാത്രി ടെൻറ്റിനുള്ളിലേക്ക് കയറി സിബ് തുറന്നകത്ത് കയറി വീണ്ടും ടെൻറ്റിൻ്റെ സിബ് ക്ലോസ് ചെയ്തു. കാടിൻ്റെ നടുവിൽ പക്ഷികളുടെയും കിളികളുടെയും വന്യമൃഗങ്ങളുടെയൊക്കെ ശബ്ദം കേട്ട് കിടന്നു. രാത്രി ചിലപ്പോൾ ഈ ശബ്ദങ്ങൾക്കിടയിൽ ഉറങ്ങാൻ കഴിയില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ആ ധാരണ തെറ്റായിരുന്നു. യാത്രാക്ഷീണം എന്നെ വളരെ സുന്ദരമായി ഉറക്കി.